നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. റോഡുകളിൽ വാഹനം ഓടിക്കുന്നവർ സുരക്ഷിതമായി വാഹനം ഓടിക്കണം എന്നും അവരവരുടെ ലൈനുകളിൽ ശ്രദ്ധയോടെ മാത്രമേ മറ്റു ലൈനുകളിലേക്ക് മാറാൻ പാടുള്ളൂ എന്നും വ്യക്തമാക്കി ഫുജൈറ പോലീസ്. പെട്ടെന്നുള്ള ലൈൻ മാറ്റം അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും പോലീസ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അശ്രദ്ധയോടെയും പെട്ടെന്ന് മുന്നറിയിപ്പില്ലാതെയും വാഹനങ്ങൾ ലൈൻ മാറ്റിയാൽ കനത്ത പിഴ ശിക്ഷയായി നൽകുമെന്ന് പോലീസ് അറിയിച്ചു. ഒമാനിലെ സുവൈഖിലെ വിലായത്ത് പ്രദേശത്ത് കുപ്പിവെള്ളം കുടിച്ച് 2 പേർ മരണമടഞ്ഞു. മരിച്ചതിൽ ഒരാൾ ഒമാൻ സ്വദേശിയും മറ്റേയാൾ പ്രവാസിയുമാണെന്ന് ഒമാൻ പോലീസ് അറിയിച്ചു. പ്രവാസിയായ സ്ത്രീയാണ് മരണമടഞ്ഞത്. സെപ്റ്റംബർ 29-നാണ് പ്രവാസി സ്ത്രീയുടെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒമാൻ സ്വദേശിയുടെ മരണം ഒക്ടോബർ 1-നാണ് റിപ്പോർട്ട് ചെയ്തത്. UAE-യിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ കടുത്ത ശിക്ഷാ നടപടികൾക്ക് വിധേയരാകേണ്ടി വരും. UAE-യിലെ പുതുക്കിയ ട്രാഫിക് നിയമം അനുസരിച്ച് നിയമലംഘനം ആവർത്തിക്കുന്നവർക്ക് കനത്ത പിഴ, ജയിൽ ശിക്ഷ, ലൈസൻസ് സസ്പെൻഷൻ അല്ലെങ്കിൽ റദ്ദാക്കൽ എന്നിവ വരെ ശിക്ഷ ലഭിക്കും. നിലവിൽ പ്രാബല്യത്തിൽ വന്ന ട്രാഫിക് നിയന്ത്രണത്തെക്കുറിച്ചുള്ള 2024-ലെ ഫെഡറൽ ഡിക്രി നിയമം നമ്പർ 14 അനുസരിച്ചാണ് ശിക്ഷ. നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളിലേക്കും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും യാത്ര എളുപ്പമാക്കുന്നതിന് പുതിയ ട്രാം നിർമ്മിക്കുന്നു. യാസ് ദ്വീപ് മുതൽ വിമാനത്താവളം വരെ നീളുന്ന സംവിധാനം വിവിധ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നതായിരിക്കും. അബുദാബിയിൽ നടക്കുന്ന ആഗോള റെയിൽ ഗതാഗത അടിസ്ഥാന സൗകര്യ പ്രദർശന സമ്മേളനത്തിലാണ് പദ്ധതി അബുദാബി ട്രാൻസ്പോർട്ട് കമ്പനി വെളിപ്പെടുത്തിയത്. കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ